അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരീക്ഷണങ്ങളിൽ സമാധാനം ലഭിക്കാനുള്ള 3 ഇസ്ലാമികമായ ചിന്തകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ നമ്മെ തേടിയെത്തുമ്പോൾ എന്തേ ഞാൻ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്, ഇതെന്തൊരു പ്രയാസമുള്ള ജീവിതമാണ് എന്ന് ചിന്തിക്കുകയും മാനസികമായി തകർന്ന് എങ്ങനെയെങ്കിലും ഈ ആയുസ്സൊന്ന്, ജീവിതമൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ശരീരത്തിന് ജീവനുണ്ട് എങ്കിലും മാനസികമായി മരണപ്പെട്ട നിലയിൽ വരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ മാത്രം അത്രയും തകർന്നടിഞ്ഞ് ജീവിതം നയിക്കുന്ന ആളുകൾക്കൊക്കെ സമാധാനം ലഭിക്കുന്ന 3 ഇസ്ലാമികമായ ചിന്തകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്നാമത്തത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്, അള്ളാഹുവിലേക്കാണ് നമുക്ക് മടങ്ങാനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അനുഗ്രഹങ്ങൾ, എല്ലാ ഖൈറും, അതേപോലെ തന്നെ എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശോധിക്കാനാണ്, നമ്മെ പരീക്ഷിക്കാനാണ്. സ്വാഭാവികമായും നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ യജമാനനായ, ഉടമസ്ഥനായ അല്ലാഹു തൻ്റെ അടിമയെ പരീക്ഷിക്കാൻ അവകാശമുള്ളവനാണ്, യോഗ്യതയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന പ്രയാസങ്ങൾ അയക്കുന്നുണ്ട് എങ്കിൽ അതിൽ എന്തെങ്കിലും ഖൈറുണ്ടാകും. ആ ഖൈറിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയാകണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു വിഭാഗം ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ആ വിഭാഗം ആളുകൾ ആരാണ്? അവർ ക്ഷമിക്കുകയും അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്രകാരം പ്രഖ്യാപിച്ച ആളുകളാണ്: ഇന്നാ ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളവരാണ്, അഥവാ ഞങ്ങൾ അള്ളാഹിൻ്റെ അടിമകളാണ്, അടിയാറുകളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ഇനി ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ളത് എങ്ങോട്ടാ? ഞങ്ങളെ പരീക്ഷിച്ച, ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അതേ റബ്ബിലേക്ക്. ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ? ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രീതി പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അള്ളാഹ്ക്ക് ശരിയായി പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിലും ഇബാദത്തെടുത്തിട്ടുണ്ടോ എന്നൊക്കെ A to Z എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ആ റബ്ബിലേക്ക് തന്നെ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഇതിനെല്ലാം ഞാൻ ക്ഷമിച്ചതിന്, ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് അവനെനിക്ക് ഒരുപാട് പ്രതിഫലം നൽകും. വ ഇന്ന ഇലൈഹി റാജിഊൻ. അതാണ് ശരിക്ക് ആ വാചകത്തിലൂടെ നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഓരോ പ്രയാസത്തിനും കൂടെ ഒരു എളുപ്പം വരാനുണ്ട്. ഒരു പ്രതിസന്ധി നമ്മൾ കാണുമ്പോൾ
ഒരു കഷ്ടപ്പാട്, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ആ പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പം വരാനുണ്ട്. ആ എളുപ്പത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ പ്രയാസത്തിൻ്റെ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഠിനമായ ജോലി നമ്മൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ, അവിടെ നമുക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ നമുക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ഇതിന് ശേഷം ഒരെളുപ്പം വരാനുണ്ട്. എൻ്റെ കാര്യം എളുപ്പമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന ഒരു ശുഭപ്രതീക്ഷ തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും. ഒരു കയറ്റം കയറിയാൽ സ്വാഭാവികമായും ഒരു ഇറക്കമുണ്ടാകും. രാത്രി വന്നാൽ പകൽ അതിൻ്റെ കൂടെ വരാനുള്ളതാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതെന്താകട്ടെ, ഏതുമാകട്ടെ, ആ പ്രയാസങ്ങൾ നീങ്ങി, ആ ബുദ്ധിമുട്ടുകൾ മാറി നല്ല ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന പ്രതീക്ഷയാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതാണ് രണ്ടാമത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ വാചകം. മൂന്നാമത്തത്, പരീക്ഷണങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയാണ്. നമുക്ക് ഒരുപാട് പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തൊരു പ്രയാസം, അത് ചെറിയ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുദഉൽ മുഅ്മിൻ, ഒരു വിശ്വാസി അനുഭവിക്കുന്ന തലവേദന എത്ര നിസ്സാരമായ കാര്യമാണ് അല്ലേ? രോഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ എണ്ണുമ്പോൾ സാധാരണ നമ്മൾ അനുഭവിക്കുന്ന തലവേദന, ആ തലവേദന തന്നെ ഒരു വിശ്വാസിയുടെ പാപങ്ങളെ ഇല്ലാതാക്കി കളയും. അവൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് വരെ അവൻ്റെ തിന്മകളെ പൊഴിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രയാസത്തിൻ്റെ, പ്രതിസന്ധികളുടെ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഹ്മാനായ റബ്ബ് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസാലുൽ മുഅ്മിൻ, ഒരു വിശ്വാസി അവനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തത്തിൽ പരീക്ഷിക്കും, അവൻ്റെ സമ്പത്തിൽ പരീക്ഷിക്കും, അവൻ്റെ കുടുംബത്തിൽ പരീക്ഷിക്കും. എങ്ങനെയൊക്കെ അവനെ പരീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞത് ഏതുവരെ എന്ന് ചോദിച്ചാൽ, അവനിൽ ഒരു തിന്മയും ബാക്കിയുണ്ടാകുകയില്ല. ഓരോ പരീക്ഷണങ്ങളിലും അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണടച്ച് മരണപ്പെട്ട് നാളെ പരലോകത്ത് കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ എല്ലാ പാപങ്ങളും, എല്ലാ തിന്മകളും അതിലൂടെ ഇല്ലാതായി, ഒരു പാപം പോലും ബാക്കിയില്ലാതെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന സന്തോഷത്തിൻ്റെ നല്ല സാഹചര്യം അവിടെ ഉണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മാത്രമല്ല, പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നതിനപ്പുറം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. ഇന്നമ യുവഫസ്സാബിറൂന ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്ന ഒരു ഇബാദത്ത്, ഒരു ആരാധന അതേതെന്ന് ചോദിച്ചാൽ അത് ക്ഷമയാണ്. അപ്പം എത്ര നമ്മൾ ക്ഷമിക്കുന്നോ, എത്ര നമ്മൾ സഹിക്കുന്നോ, അത്രത്തോളം നമുക്ക് പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രോഗിയായി കിടക്കുന്നവരാണെങ്കിലും, അതല്ലെങ്കിൽ രോഗികളെ നോക്കുന്നവരാണെങ്കിലും,
കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും ജീവിതത്തിലെ ഏതേത് ടെൻഷനാണെങ്കിലും അവിടെയൊക്കെ ആ പരീക്ഷണങ്ങൾക്കൊക്കെ നമ്മുടെ പാപങ്ങൾ പൊഴിയുന്നുണ്ട്, നമുക്ക് പ്രതിഫലം അള്ളാഹു ഏറ്റി നൽകുന്നുണ്ട് എന്ന വിശ്വാസമാകണം അതിൽ ക്ഷമിക്കാനും അതിൽ സഹിക്കാനുമൊക്കെ നമുക്ക് പ്രേരണ നൽകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ 3 ചിന്തകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമാധാന ജീവിതം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചൊവ്വാഴ്ചകളിൽ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഉള്ള ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, മറ്റുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് മാനസികമായി തകർന്നു നിൽക്കുന്നവർക്ക് ഒരു ചെറിയ ആശ്വാസം ഈ വാചകങ്ങൾ കൊണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വലിയ നന്മയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.